മാവേലിക്കര മാന്നാറിൽ ആലപ്പുഴ മാന്നാറിൽ നിന്നും 15 വർഷം മുൻപ് കാണാതായ കല എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നു. അതിന് മുന്നോടിയായി നടക്കുന്ന തെളിവ് പരിശോധന, സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 സെപ്റ്റിക് ടാങ്കുകളും തുറന്നിരിക്കുന്നു. അവിടെ പരിശോധന നടത്തിയപ്പോഴൊക്കെ തന്നെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചതായി നമുക്ക് സൂചകങ്ങൾ ലഭിക്കുകയാണ്. അതിനൊക്കെ ഇനി സ്ഥിരീകരണം വേണ്ടത് ഫോറൻസിക് പരിശോധന എന്ന പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. നേരത്തെ ബന്ധുക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേൾപ്പിച്ചത്. ബന്ധുക്കൾ പറയുന്നു, നേരത്തെയും കലയെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയിരുന്നതായി അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. നിലവിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അടക്കം 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 5 പേരിൽ ഒരാളെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഈ തെളിവെടുപ്പിന് ഒപ്പം കൂട്ടുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെയാണ് നടത്തി വന്നിരുന്നത്. രഘുനാഥ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രഘു, നേരം വൈകുകയാണ്, 6:30 കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടല്ലോ. പരിശോധനകൾ അതിവേഗം പൂർത്തീകരിക്കുക എന്നതായിരിക്കുമല്ലോ ലക്ഷ്യം. എന്തൊക്കെ തെളിവുകൾ അനുമാനിക്കാം? പ്രതീക്ഷ 8 മണിക്ക് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ SP കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ പോലീസ് നൽകിയില്ല. അതായത് പോലീസിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഒരു പക്ഷേ നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലൊക്കെ കവറിനകത്തൊക്കെ എടുത്തത് ഒരു പക്ഷേ കലയുടെ അസ്ഥികളും ഒരു തലമുടിയും നഖങ്ങളും ഒക്കെ ആയിരിക്കാമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. കാരണം 8 മണിക്ക് ഔദ്യോഗികമായി മാധ്യമങ്ങളെ SP കാണുന്നു എന്നതിനർത്ഥം തന്നെ ഈ കേസ് സംബന്ധിച്ച് എന്തോ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയാണ്. അതായത് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അപ്പോഴും പോലീസ് അവരുടെ ശ്രമം തുടരുകയാണ്. കാരണം കോടതിയിൽ ഈ കേസ് തെളിയിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ കല കൊല്ലപ്പെട്ടു എന്നും കലയുടെ കൊലപാതകത്തിന് കാരണക്കാർ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവർ ഉൾപ്പെടെ ഇവരുടെ കലയുടെ വിദേശത്തുള്ള ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആണെന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 3ാമതൊരു കുഴി കൂടി എടുത്ത് തെളിവുകൾ ഉണ്ടോ അവിടെയെന്ന് പരിശോധിക്കുന്നത്. അതായത് വസ്ത്രമോ മുടിയോ അല്ലെങ്കിൽ അസ്ഥിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ശ്രമം പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 7 മണിയോട് അടുക്കുന്ന സമയം പോലീസ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധരൊക്കെ ഇവിടെ തുടർന്നുകൊണ്ട് തന്നെ ആ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാടിനെ ആകെ നടുക്കിയ ഒരു സംഭവമായി തീർന്നിരിക്കുകയാണ്. ഈ ബന്ധുക്കൾ, നമ്മൾ അല്പസമയം മുമ്പ് കലയുടെ ബന്ധുക്കളൊക്കെ സംസാരിക്കും. പക്ഷെ അപ്പോഴും അവരാരും ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഒരു പക്ഷേ അവർ വേറൊരാളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചത് കൊണ്ടാവാം. എന്തായാലും 15 വർഷത്തിന് ശേഷം ഒരു കൊലപാതകത്തിന്റെ ചുള്ളതും പോലീസിന് ലഭിച്ചൊരു കേരള പോലീസിന് ഈ കേരളത്തിൽ നമ്മളൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം ഒരു ഊമക്കത്ത്, എത്രയോ കത്തുകൾ പോലീസിന് ദിവസവും ലഭിക്കുന്നതാണ്. പോലീസിന്റെ ജോലിഭാരത്തെക്കുറിച്ച് നമ്മൾ പലതവണ ക്യാമ്പയിൻ ചെയ്തു. നിയമസഭയിൽ ഉൾപ്പെടെ ആ വിഷയം വരികയും ചെയ്തു. അത്തരത്തിലുള്ള വലിയ തിരക്കുകൾക്കിടയിലും ഇതിന് അന്വേഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കേസ് എത്തിപ്പിക്കാൻ സാധിച്ചതും കേരള പോലീസിന്റെ അഭിമാനകരമായൊരു നേട്ടമാണ്. എന്തായാലും കൊലപാതകം സംബന്ധിച്ച് അല്ലെങ്കിൽ കലയുടെ തിരോധാനം സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പ്രഖ്യാപനം 8 മണിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഔദ്യോഗികമായി തന്നെ SP വാർത്താ സമ്മേളനം നടത്തുമെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. ഇരുഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 8 മണിയോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നെ ഈ തെളിവുകൾ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്, ഇതിന്റെ ആസൂത്രണം, ഇതിലെ മറ്റ് പ്രതികൾ, അവരിൽ 5 പേർ മാത്രമാണ് ഉള്ളത്, എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായേക്കാം. വിശദമായ പരിശോധനകൾ ഒക്കെ തന്നെ പോലീസ് നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ തുടർ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന ഇപ്പോൾ കലയുടെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ നടത്തിയിരിക്കുന്നത്. 3 സെപ്റ്റിക് ടാങ്കുകൾ നിലവിൽ പരിശോധിച്ചു. അവിടെ നിന്നൊക്കെ കേസിനാസ്പദമായിട്ടുള്ള തെളിവുകൾ
പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. ഇനി ഒരു സ്ഥിരീകരണങ്ങൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അതൊക്കെ ധൃതിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 6:30 കഴിഞ്ഞ് 6:45 ആകാൻ പോകുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വൈകിയുള്ള തെളിവ് ശേഖരണങ്ങളൊക്കെ തന്നെ ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ പൂർത്തിയാകും. പോലീസ് മടങ്ങും. വലിയ പ്രമാദമായ ഒരു തിരോധാനത്തിലാണ് ഇപ്പോൾ അതിൻ്റെ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ ഷിനോജിനോട് ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നേരത്തെയും ഇത്തരത്തിലുള്ള കൊട്ടേഷനുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പല പ്രതികരണങ്ങളാണ് കേൾക്കുന്നത്? അതൊക്കെ ക്രോഡീകരിച്ചെങ്കിൽ മാത്രമേ പോലീസിന് എന്താണ് ഇതിൻ്റെ കൃത്യമായ സംഭവം എന്താണ്, ഗൂഢാലോചന എന്താണ്, എത്ര നാൾ ആസൂത്രണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. കലയുടെ ഭർത്താവ് ഈ ആരോപണ സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ ഇപ്പോൾ ഇവിടെയില്ല. അദ്ദേഹം ഇസ്രായേൽ ആണ്.